ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പായസങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അടപ്രഥമനാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം അടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് അരിയുടെ അട എടുക്കുന്ന കേട്ടോ നല്ലത്. ഇതിപ്പോൾ മൈദ വെച്ചിട്ടുള്ള അടയാണ് എനിക്ക് കിട്ടിയത്. 200 ഗ്രാം അടയ്ക്ക് 400 ഗ്രാം അളവിലാണ് ഞാൻ ശർക്കര എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടയിട്ട് കൊടുക്കാം. അട നെയ്യിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതാ ഇപ്പോൾ അട നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് വേണം അട വേവാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ഇളക്കി കൊടുത്ത് അട വേവിച്ചെടുക്കാം. അട വെന്തതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഇതിൽ ഊറ്റി കളയുന്നില്ല കേട്ടോ. നമ്മൾ ഇതിലേക്ക് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അട വേവുന്നതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മുടെ അട വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിലെ വെള്ളവും കുറച്ച് വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതും ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അട മുങ്ങി നിൽക്കുന്ന രീതിക്കാണ് കേട്ടോ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ അട വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരത്തെ തന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ചവ്വരിയാണ് കേട്ടോ ഇത്. അഥവാ ചവ്വരി സോക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുത്താൽ മതി. ചവ്വരി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ നമ്മുടെ അട നന്നായിട്ട് തന്നെ കുക്കായി കിട്ടണം. നമ്മൾ ഇതിലേക്ക് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അട വേവില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആ ഒരു രീതിക്ക് വേണം അട വേവിച്ചെടുക്കാൻ. ഇനി നമ്മുടെ അട വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് പൊട്ടിച്ച് നോക്കിയാൽ മതി. തൊടുമ്പോൾ തന്നെ നല്ലപോലെ ഇത് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോൾ എപ്പോഴും അരിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ. അങ്ങനെ ശർക്കര പാനിയും ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ശർക്കര ഇതിൽ കിടന്ന് നന്നായിട്ട് കുറുകി വരണം കേട്ടോ. നമ്മുടെ അടയിലൊക്കെ നന്നായിട്ട് ശർക്കര പിടിച്ച് കിട്ടണം. അതുപോലെ ഇതിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റാൻ വേണം. അപ്പോൾ അതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ശർക്കര കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 2.5 കപ്പ് തൊട്ട് 3 കപ്പ് വരെ 2ാം പാൽ എടുത്തിട്ടുണ്ട്. 2ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ കുറുകി വരണം കേട്ടോ. തിളപ്പിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ അളവ് നോക്കുകയാണെങ്കിൽ 2 തേങ്ങയാണ് ഇതിലേക്ക് വേണ്ടത്. നമ്മൾ എടുത്തേക്കുന്ന അളവിൽ, അതായത് 200 ഗ്രാം അടയ്ക്ക് 2 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് വേണ്ടത്. അങ്ങനെ 2ാം പാലും ചേർത്ത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം 1ാം പാൽ ചേർത്ത് കൊടുക്കാൻ. 1 കപ്പ് 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1ാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി കേട്ടോ. ഇതിൽ തേങ്ങാപ്പാലിന് പകരം പശുവും പാലൊന്നും ചേർക്കരുത് കേട്ടോ. കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ 1ാം പാലും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 5 ഏലക്ക ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇടികല്ലിലിട്ടൊന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇത് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് വേറെ ഒന്നും ചേർക്കാറില്ല. ചുക്കുപൊടിയോ ജീരകപ്പൊടിയോ ഒന്നും ചേർക്കാറില്ല. എൻ്റെ വീട്ടിലൊക്കെ ഈ ഒരു രീതിക്കാണ് പായസം വെക്കാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കുപൊടിയോ ജീരകപ്പൊടിയോ ഒക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ. അതൊന്നും ചേർത്തില്ലെങ്കിൽ ഈ പായസം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അവസാനം നമുക്കിതിലേക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തിടുന്നത് ഇഷ്ടമാണെങ്കിൽ അതും കൂടി വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ പായസത്തിലേക്ക് ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്കല്ലാതെ നെയ്യ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പം അത്യാവശ്യം നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.